കേരളം കണ്ട ഏറ്റവും വലിയ ആത്മീയാചാര്യൻ ശ്രീ കരുണാകര ഗുരുവിൻ്റെ നിരവധി ആഘോഷ പരിപാടികൾക്ക് ശാന്തിഗിരിയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഗുരു കണ്ട സ്വപ്നങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ശിക്ഷകണങ്ങൾ ഇവിടെ ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ മതേതര മൂല്യങ്ങളും സൗഹൃദ അന്തരീക്ഷമൊക്കെ ഭദ്രമായി കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി ഗുരു കാണിച്ചു തന്നിട്ടുള്ള സന്ദേശവും അദ്ദേഹത്തിൻ്റെ ദർശനവുമൊക്കെ ഏറെ കാലിക പ്രസക്തമായി നിലനിൽക്കുകയാണ്. വിഭാഗീയതയും കലുഷിതമായ ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതത്തിനും ജാതിക്കും വർണ്ണങ്ങൾക്കും അതീതമായി മനുഷ്യനെ മനുഷ്യനായി കാണുവാനും മനുഷ്യന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലോകത്തോടെ വിളിച്ചു പറയുവാനുമാണ് ഗുരു നമ്മെ പഠിപ്പിച്ചത്. മനുഷ്യന്റെ സൃഷ്ടിപ്പ് എത്രത്തോളമാണ് പ്രാധാന്യമുള്ളതെന്നും അതിലൂടെ മനുഷ്യന്റെ ധർമ്മം ഈ സമൂഹത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ക്രിയാത്മകമായ പുരോഗതി കൈവരിക്കാൻ വേണ്ടിയാണെന്നുള്ളത് ഗുരു നമ്മെ പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് തന്നെ സ്നേഹം കൊണ്ട് മനുഷ്യനെ കീഴടക്കുവാനും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനൊക്കെ ഗുരു നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇല്ലാത്തവനെ ഇവിടെ അവഗണിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായഹസ്തങ്ങൾ നൽകുന്നതിന് വേണ്ടി അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കുള്ള എല്ലാ രീതിയിലുമുള്ള സാന്ത്വനം നൽകി അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള പദ്ധതികളാണ് ഇവിടെ ആവിഷ്കരിക്കപ്പെടുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ആശ്രയ പദ്ധതികളൊക്കെ അതിനുദാഹരണമാണ്. എല്ലാ അർത്ഥത്തിലും മനുഷ്യന്റെ എല്ലാവരും ഒന്നാണ് എന്നുള്ള ചിന്ത, മനുഷ്യൻ ഒന്നാണ് എന്നുള്ള ചിന്തയാണ് നമുക്ക് വേണ്ടത്. അതാണ് ഈ ആശ്രമം എന്നും ജനങ്ങളോട് ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമർപ്പണ ബോധത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതാണ് ഈ ഒരു സ്ഥാപനത്തെ വ്യത്യസ്തമാക്കുന്നത്. പാവപ്പെട്ടവരോടൊപ്പം ഇവിടുത്തെ എല്ലാ ജനങ്ങളെയും ജാതിമത ഭേദമന്യേ എല്ലാവരെയും സ്നേഹിക്കുവാനും അവരെയൊക്കെ സഹായിക്കുവാനും ഒക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഒരു വലിയ വ്യത്യസ്തമായ സുദർഹമായ മാതൃകയായി ഈ സ്ഥാപനം മാറിയിരിക്കുന്നു. എല്ലാ ഭാവുകളും ഈ ആശ്രമത്തിന് നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.